കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ പച്ചാളം ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് സ്ക്വാഡ് അത് സംബന്ധിച്ച പരിശോധനകളൊക്കെ നടത്തുകയാണ്. അർച്ചന വിനോദ് കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർച്ചന, റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തിയ ഒരു സാഹചര്യം, അതൊരു അട്ടിമറി സാധ്യതകളിലേക്ക് പോലീസ് പറയുന്നുണ്ടോ? പോലീസ് ഏത് രീതിയിലാണ് പരിശോധന നടത്തുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? വിനിഷ, എറണാകുളം നഗരത്തോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ ട്രാക്ക്. പച്ചാളമാണിത്. പച്ചാളത്തെ റെയിൽവേ ട്രാക്കിലാണ് ഇത്തരത്തിൽ ആട്ടുകല്ല് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ലോക്കോ പൈലറ്റ്, എറണാകുളം കൊച്ചുവേളി എക്സ്പ്രസ്സിലെ ലോക്കോ പൈലറ്റ് ഈ ആട്ടുകല്ല് കാണുകയും അതിനുശേഷം റെയിൽവേ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസും RPF സംഘവും ഒപ്പം ഡോഗ് സ്ക്വാഡും എല്ലാം തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. വിനിഷ പറഞ്ഞതുപോലെ തന്നെ ഒരു അട്ടിമറി ശ്രമം, ട്രെയിൻ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. ഈ ആട്ടുകല്ല് കുറേ കാലങ്ങളായി ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തോടുള്ളതാണ്. അത് ഈ ട്രാക്കിന് ഉള്ളിലേക്ക് എത്തിച്ചത് ആരാണ് എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. തൊട്ടടുത്തെല്ലാം നിരവധിയായ വീടുകളുണ്ട്. ഇവിടുത്തെ CCTV ദൃശ്യങ്ങളും ഒപ്പം ഇവിടുത്തെ ആളുകളോടെല്ലാം തന്നെ പോലീസ് വിവരങ്ങൾ തേടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഡോഗ് സ്ക്വാഡാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇതൊരു ഇത്തരത്തിൽ ഈ പുറത്തിരുന്ന ആട്ടുകല്ല് അത് റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവിടുന്നെങ്കിൽ അതൊരു കൃത്യമായി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആരാണിതിന് പിന്നിൽ എന്നാണ് ഇനി പോലീസ് കണ്ടെത്തുക. എന്തായാലും ഇന്നലെ ഈ ട്രെയിൻ ഇതിലൂടെ കടന്നു പോയതിന് ശേഷമാണ് ഈ ലോക്കോ പൈലറ്റ് ഇത്തരത്തിലൊരു സംശയം, അവിടെ എന്തോ ഉണ്ട് എന്ന രീതിയിലൊരു സംശയം ഈ റെയിൽവേ പോലീസിനെ വിളിച്ച് അറിയിക്കുന്നത്. അതിന് ശേഷമാണ് റെയിൽവേ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുകയും ഇത് കണ്ടെത്തുകയും ചെയ്തത്. ഉടൻ തന്നെ അവിടെ നിന്ന് ട്രാക്കിൽ നിന്ന് ആട്ടുകല്ല് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടത്തി വരികയാണ്. കാരണം ഈ 2 ട്രാക്കുകളാണ് ഇവിടെ ഉള്ളത്. അതിലൊരു ട്രാക്കിൽ, അതായത് ഈ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ വരുന്ന ഭാഗത്തെ ട്രാക്കിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി, അതായത് രാവിലെയോടുകൂടി ട്രെയിൻ പോയപ്പോഴാണ് ഇത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുകയും അത് പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഡോഗ് സ്ക്വാഡാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ആരാണ് ഇതിന് ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് പിന്നിൽ എന്താണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും അതുമായി മറ്റുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. നിമിഷം